ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ആസാമിലെ ആർച്ച് ബിഷപ്പ് ജോൺ മുലച്ചിര ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പിതാവിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിതാവിൻ്റെ ഒരു പ്രസൻസ് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ പോലെ എല്ലാ യുവജനങ്ങൾക്ക് ഭയങ്കര ഒരു എൻകറേജ്മെൻ്റ് ആണ്, ഭയങ്കര ഒരു എൻതൂസിയാസ്റ്റിക് ആയിട്ട് നല്ല തിരക്കുകളുടെ ഇടയിലും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പിതാവ് ഇപ്പോൾ കത്തോലിക്ക സഭ ഞങ്ങളെപ്പോലെ യുവജനങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ആസാമിൽ നിന്നാണ് വന്നേക്കുന്നത്. ആസാമിൽ നിന്നും നോർത്ത് ഈസ്റ്റിൽ നിന്നും 600 ചില്ലുവാനും യൂത്ത് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് യൂത്തിൽ ഒത്തിരി എക്സ്പെക്റ്റേഷനുണ്ട്. അത് അധികം റിയലിസ്റ്റിക്കാണ്. അവരിൽ ഞാൻ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് അവരെ ക്രിസ്ത്യ ജീവിതം നന്നായിട്ട് നയിക്കണം. അവർ മറ്റുള്ള ക്രിസ്ത്യാനികൾക്ക് ഒരു മോഡലായിട്ട് മാറണം. അതാണ് എൻ്റെ ആദ്യത്തെ ഉദ്ദേശം. രണ്ടാമതായിട്ട് എനിക്ക് ഒരാഗ്രഹമുണ്ട്, അവർ ക്രിസ്തു മതത്തോട് അത്ര താല്പര്യമില്ല അല്ലെങ്കിൽ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ളവരെ പള്ളിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അവരുടെ ജീവിതമാർഗം വഴി, അവരുടെ വാക്കുകൾ വഴി, അവരുടെ പെരുമാറ്റം വഴി മറ്റുള്ളവരെയും ആകർഷിക്കണം. മൂന്നാമതായിട്ട് ഒന്നുകൂടി എനിക്കൊരാഗ്രഹമുണ്ട്, അവരൊരു എവാഞ്ചലിസ്റ്റ് ആയിട്ട് മാറണമെന്ന്. എന്ന് വെച്ചാൽ ആസാമിൽ ഒത്തിരി നോൺ ക്രിസ്ത്യൻസ് ഉണ്ട്. ഇവർ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നവരാണ്. അവരുടെ കമ്പാനിയൻസ് ഒരു 90% മറ്റുള്ള റിലീജിയൻസുകാരാണ്. ചാൻസ് കിട്ടുമ്പോഴൊക്കെ പള്ളിനെ പറ്റിയും വിശ്വാസത്തെ പറ്റിയും ഒക്കെ പറയുക. പറ്റുമെങ്കിൽ അവർ വല്ലപ്പോഴൊക്കെ നമ്മുടെ ആഘോഷങ്ങളിൽ പങ്കുചേരാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുക. അങ്ങനെ ആദ്യമായിട്ട് ക്രിസ്തു മതം നന്നായിട്ട് ആചരിക്കണം, അതിനോടുള്ളൊരു സ്നേഹം ഉണ്ടായിരിക്കണം. അത് മറ്റുള്ളവരോട് പറയാനായിട്ടും അവരെ ആകർഷിക്കാനായിട്ട് അവർ ശ്രമിക്കണം. ഇതാണ് എൻ്റെ പ്രത്യേകമായിട്ടുള്ള ആഗ്രഹം നമ്മുടെ യൂത്തിൽ നിന്ന്. അപ്പോൾ ഈ പ്രാവശ്യം ഓൾമോസ്റ്റ് 12,000 യൂത്ത് ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും യൂത്ത് ഇവിടെ ഒത്തുചേർന്നിരിക്കുമ്പോൾ അപ്പോൾ പിതാവിനെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഈ ഒരു ആദ്യമായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്രയും യൂത്ത് ഒന്നിച്ച് കൂടിയല്ലോ എന്ന് ഓർത്തിട്ട്. 12,000 പേര്, 1-2 പേരല്ല. അല്ലാതെ അതുകൂടാതെ തന്നെ ഇത് ഒരിടത്തുനിന്നല്ല, നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവർ വന്നിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടാതെ എല്ലാ ട്രൈബൽസിൽ നിന്ന് തന്നെയുണ്ട്. ഞങ്ങൾ ആസാമിൽ നിന്ന് നോർത്ത് ഈസ്റ്റിന് വന്നിട്ടുണ്ട്. അത് ഒരു ട്രൈബല്ല, ആസാമിൽ തന്നെ 10-12 ട്രൈബ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ ട്രൈബിൽ നിന്നും വന്നിട്ടുണ്ട്. എല്ലാം നമ്മുടെ കാത്തലിക് യൂത്ത്. അവർക്ക് വരാനുള്ള താല്പര്യം, ഒന്ന് ഫെയ്ത്ത് എക്സ്പ്രസ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് അവർക്ക് മറ്റുള്ള ഇന്ത്യയിലെ മറ്റു ഭാഗത്തു നിന്നുള്ള യൂത്തുമായിട്ട് ഇൻ്റർമിങ്കിൾ ചെയ്യാനായിട്ടും അവരുടെ ഐഡിയ അറിയാനായിട്ടും അവരെ കാണാനായിട്ടും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഇത് ഈ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ ഒരു വലിയ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നോട്ടത്തിൽ ഇതൊരു ഫെയ്ത്ത് സെലിബ്രേഷൻ, വിശ്വാസ ആഘോഷമായിട്ടാണ് ഞാനത് കാണുന്നത്. എല്ലാവർക്കും സന്തോഷമാണ്. അവർ മെയിൻ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. മറ്റേ പ്രോഗ്രാം അതിയായിട്ട് പങ്കെടുത്തില്ലെങ്കിലും ഇൻ്ററാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇടയ്ക്ക് യൂത്ത് കൂടാതെ അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, ബ്രദേഴ്സുണ്ട്, മെത്രന്മാരുണ്ട്. ഇതൊരു മിനിയേച്ചർ ചർച്ചായിട്ട് നമുക്ക് കണക്കാക്കാം. ഒരു ചെറിയ സഭ, ഒരു കത്തോലിക്ക സഭ ചുരുക്കിയായിട്ട് ഒന്നിച്ച് കൊണ്ടമാതിരി ഇരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇത്. അത് കാരണം ആദ്യമായിട്ട് ഞാൻ ഈ GC യൂത്ത് ഓർഗനൈസേഷന് നന്ദി പറയുന്നുണ്ട്. ഇത്ര ബുദ്ധിമുട്ടി ഇത്ര ആൾക്കാരെ കൂട്ടി ഇവിടെ കൊണ്ടുവന്ന് എല്ലാം നന്നായിട്ട് നോക്കി അവർ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്. അത് യൂത്ത് റെസ്പോണ്ടും ചെയ്തു, വന്നതിലും എല്ലാത്തിനും ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നതിലും. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്ര നല്ല ഒരു യൂത്ത് ഗ്രൂപ്പ് ഉള്ളത് കാരണം നമ്മുടെ സഭ വളരും. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിൽ, ഞാൻ അവിടെ നിന്ന് വരുന്നത് ആസാമിൽ നിന്ന്, ഈ യൂത്ത് അവിടെ ഒത്തിരി ആക്റ്റീവ് ആയിരുന്നു പണ്ടും ഇപ്പോഴും. അതെ, ഒത്തിരി വിശ്വാസം സ്പ്രെഡ് ചെയ്തത് അവരുടെ ആക്ടിവിറ്റി വഴിയാണ്. അവർ സ്കൂളിലൊക്കെ ചെന്ന് ക്രിസ്തുമതത്തെപ്പറ്റി കേട്ട് വിശ്വാസിയായി വീട്ടിൽ ചെന്ന അമ്മയോടും അപ്പനോടും അയൽക്കാരോടൊക്കെ പറഞ്ഞ് ഞാൻ ക്രിസ്ത്യാനിയാണ്, അവരെ വിശ്വാസത്തെപ്പറ്റി പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ടുവന്ന് പള്ളി വന്ന് മാംസം മുക്കി. അങ്ങനെയാണ് അവിടെ വിശ്വാസം വളർന്നത്. ഇപ്പോഴും അതേപോലെ തന്നെ പോയി മറ്റുള്ളവരുടെ വിശ്വാസത്തെപ്പറ്റി പറയും, പഠിപ്പിക്കും. അത് കാരണം ഈ യൂത്ത് മൂവ്മെൻറ്റ് വഴി സഭ ഇനിയും വളരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ യൂണിക്നെസ് എന്തായിട്ടാണ് പിതാവിന് തോന്നുന്നത്? ആദ്യമായിട്ട് ഇതൊരു ആത്മായ ഇനീഷ്യേറ്റീവാണ്. അച്ഛന്മാരും മെത്രന്മാരും ഫോഴ്സ് ചെയ്തുണ്ടാക്കിയതല്ല. അവരൊരു വോളണ്ടിയേഴ്സ് തുടങ്ങി ഒന്നിച്ച് വന്ന് തോന്നി
നമുക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാം, നമുക്കൊക്കെ നമ്മളുള്ള വിശ്വാസികളല്ലേ, നമ്മുടെ വിശ്വാസം കാണിക്കണ്ടേ, മറ്റുള്ളവരുമായിട്ട് പങ്കുചേരണ്ടേ, അങ്ങനെ തുടങ്ങി അവരിൽ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ അവരെല്ലാം ഒത്തിരി സാക്രിഫൈസിങ് മെൻറ്റാലിറ്റി ഉണ്ട്. ഇതൊരു ഡ്യൂട്ടി ആയിട്ടല്ല അവർ കണക്കാക്കിയേക്കുന്നത്, അത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അവർ കണക്കാക്കിയേക്കുന്നത്. മാതാപിതാക്കന്മാർക്ക് മക്കളെ വളർത്തണമെന്ന് അവർക്ക് ഡ്യൂട്ടിയല്ല, അവർക്ക് ഒരു തോന്നലുണ്ട്, ഇത് എൻ്റെ മകനാണല്ലോ മകളാണല്ലോ എന്നുള്ള ആവേശത്തോടെയാണ് അവരെല്ലാം നോക്കുന്നത്. ഇതേപോലെയാണ് ഈ ജീസസ് യൂത്ത് ഓർഗനൈസേഴ്സ് ഇത് അവരുടെ കമ്മിറ്റ്മെൻറ്റ്. ഈ കമ്മിറ്റ്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. മറ്റേ ഒത്തിരി യൂത്ത് മൂവ്മെൻ്റ് ഉണ്ട്, അത് മിക്കവാറും അവിടെ ലീഡേഴ്സ് പറയുന്നതനുസരിച്ച് ചെയ്യും, പങ്കുചേരും, പോകും. അത്ര കമ്മിറ്റ്മെൻറ്റ് കാണുന്നില്ല. ഈ കമ്മിറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ കാണുന്നത് ജീസസ് യൂത്തിലാണ്. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഇപ്പോൾ ഇത് എവാഞ്ചലൈസേഷന് വേണ്ടിയിട്ട് ഒത്തിരി എഫേർട്ട് ചിലവാക്കുന്നുണ്ട്. പിന്നെ അവർ ഇന്ത്യയിലും ചുറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ലോക്കലായിട്ട് ടീമൊക്കെ ഉണ്ടാക്കി അവർ നല്ല ക്രിസ്ത്യാനികളാക്കാനും വിശ്വാസം സ്പ്രെഡ് ചെയ്യാനായിട്ട് അവർ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും ഇതൊരു യുണീക്ക് മൂവ്മെൻ്റാണ്. ഇപ്പോൾ അതുകൂടാതെ പേപ്പൽ റെക്കഗ്നീഷൻ ഉണ്ട്, ഒരു പൊന്തിഫിക്കൽ സൊസൈറ്റി ആയിട്ടുണ്ട്, അതിൻ്റെ ഉന്മേഷം കാണിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ വളരെ സ്പെഷ്യാലിറ്റിയാണ്, യുണീക്നെസ് ഓഫ് ജീസസ് യൂത്ത്. അതെനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ പിതാവ് ഇത്രയും നേരം ഞങ്ങളോട് തീരുന്നു, കുറേ കാര്യം ഞങ്ങൾ ഷെയർ ചെയ്തു. അപ്പോൾ താങ്ക് യു പിതാവ്, താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.